നമഃശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ ഗീതാഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുരാതിരനാദിശ്ച ഗുരു പരമദൈവതം ഗുരു പരതരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം ഇപ്പോൾ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 24-ാം ശ്ലോകം വരെയാണ് ശ്രദ്ധിച്ചത്. ഇനി 25-ാം ശ്ലോകം നമുക്ക് നോക്കാം. ശ്ലോകം 25. ദേവമേ പാരേ യജ്ഞം യോഗിന പരുപാസതി ബ്രഹ്മാത്മാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. ഇവിടെ ഭഗവാൻ പറയുന്നത്, ഇത് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം, ഒരു യോഗി തൻ്റെ ചുറ്റുപാടും കാണുന്ന ദേവതകൾക്കൊപ്പം സംഗതീകരണം ചെയ്ത് ദേവയജ്ഞത്തിൻ്റെ ഉപാസന ചെയ്യുന്നു. അതായത് തൻ്റെ ചുറ്റുമുള്ള സൂര്യ ചന്ദ്രാദി ജഡദേവതകളുടെ പ്രകാശം, സൗമ്യത തുടങ്ങിയ ഗുണങ്ങളെ സ്വീകരിക്കുന്നു എന്നർത്ഥം. മറ്റു ചിലർ തങ്ങളുടെ ചുറ്റുപാടുമുള്ള ചേതന ദേവതകളായ അച്ഛൻ, അമ്മ, ആചാര്യൻ, അതിഥി എന്നിവരെ അനുധാവനം ചെയ്ത് ഉത്തമ ജീവിതം നേടുന്നു. വേറെ ചിലർ കൽപ്പസൂത്രങ്ങളിൽ വർണ്ണിതമായ യജ്ഞയാഗാദികൾ ചെയ്യുകയും അവയ്ക്ക് അനുകൂലമായ ആചരണങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. അതിലൂടെ ബ്രഹ്മാഗ്നി, അതായത് വേദാഗ്നി അഥവാ പരമാത്മരൂപമായ അഗ്നിയിൽ ഹവനം ചെയ്യുന്നു. കർമ്മകാണ്ഡികളായ ഇവർ വേദാനുകൂലങ്ങളായ വ്യാഖ്യാനങ്ങൾ ശ്രവിച്ച് ആചരണങ്ങൾ അനുഷ്ഠിക്കുന്നു. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ പല രീതിയിൽ ആളുകൾ വർത്തിക്കുന്നു, ജീവിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞത്. മുൻ ഗീതാ ശ്ലോകത്തിന് സമാനമായ മന്ത്രങ്ങളുണ്ട് എന്ന് നേരത്തെ പറഞ്ഞ അഥർവ സൂക്തത്തിന് ശേഷം അഥർവ വേദത്തിൽ കടന്നു വരുന്ന സൂക്തത്തിൻ്റെ സാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത്. പ്രസ്തുത അഥർവ സൂക്തത്തിലെ 8 മന്ത്രങ്ങളിൽ 8ൻ്റെയും ആദ്യ വരി സമാനമാണ്. എത്ര ബ്രഹ്മവിദോ യാന്തി ദീക്ഷയാ തപസ്സാ സഹ. ബ്രഹ്മജ്ഞാനി തപസ്സിനാലും ദീക്ഷയാലും എത്തിച്ചേരുന്ന ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത് വരുന്ന വരികളിൽ ദേവതകളോട് അതത് ഗുണങ്ങൾ നൽകി ആ ലോകത്തേക്ക് തന്നെ നയിക്കാനായി ഉപാസകൻ പ്രാർത്ഥിക്കുന്നു. ആദ്യ 7 മന്ത്രങ്ങളിൽ യഥാക്രമം അഗ്നിയോട് മേധയും, വായുവിനോട് പ്രാണനും, സൂര്യനോട് ചക്ഷുസും, ചന്ദ്രനോട് മനസ്സും, സോമനോട് പയസ്സും, ആവത്തോട് അമൃതവും ആവശ്യപ്പെടുന്നു. ശ്ലോകത്തിലെ 2-ാം ഭാഗം ഇത് തന്നെയാണെന്ന് കാണാനും പ്രയാസമില്ല. അതായത് ശ്രീകൃഷ്ണൻ തൻ്റെ തത്വങ്ങൾക്കെല്ലാം വേദമന്ത്രങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നതെന്ന് കാണാൻ ഒട്ടും പ്രയാസപ്പെടേണ്ടതില്ല തന്നെ. ആ പറഞ്ഞത് തന്നെയാണ് ഈ ഒറ്റ ശ്ലോകത്തിൻ വഴി ഭഗവാൻ നമ്മോട് പറഞ്ഞത്. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. അടുത്ത ശ്ലോകവുമായി അടുത്ത ദിവസം നമുക്ക് കാണുവാൻ ഭഗവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭ സുദിനം.